നമ്മൾ ലവ് ലെറ്റേഴ്സിനെ കുറിച്ചൊരു പാട്ടുണ്ട്. അല്ല, ലവ് ലെറ്റേഴ്സിനെ കുറിച്ചല്ല, ലവ് ലെറ്റർ പോലൊരു പാട്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോന്നറിയില്ല. ചതിക്കാത്ത ചന്തു എന്നൊരു സിനിമയില് അതില് നമ്മുടെ ജയസൂര്യ നവ്യ കഥ പറയുമല്ലോ. അപ്പം അതില് ജയസൂര്യ ഇങ്ങനെ ലെറ്റേഴ്സ് അയച്ച് കിട്ടുമ്പോൾ അതിലൊരു സീനിലൊരു പാട്ടാണ്. ഇന്നത്തെ പിള്ളേർക്ക് അത് ക്രിഞ്ച് ആയിട്ടുള്ളൊരു മൂവി ചിലപ്പോൾ തോന്നാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഇന്നത്തെ പിള്ളേർ ഭയങ്കര ക്രിഞ്ച് മൂവി, ക്രിഞ്ച് പാട്ട്. എനിക്കത് തോന്നിയില്ല. കാരണം ഞാനൊരു 90s ബോർണാണ്. അത് കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്, ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. ആ പ്രേതത്തിൻ്റെ സീനൊക്കെ എൻ്റെ പൊന്നു അടിപൊളി. ആ ഒരു മൂവിയിലാണ് ആക്ച്വലി നമുക്കൊക്കെ എങ്ങനെയാണ് പ്രേതത്തിന്റെ സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നതെന്ന് നമ്മളുടെ കണ്ണൊക്കെ ഒന്ന് തുറന്നൊരു സിനിമയാണ് ആക്ച്വലി അത്. സോ ലവ് ലെറ്ററിന്റെ ഒരു 4 വരി ഞാൻ പാടാം. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയുണ്ടാവും ഞാൻ അത്ര വലിയ പാട്ടുകാരിയല്ല. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പാടുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്. നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടാണ്, നിങ്ങൾക്കും ഇഷ്ടമാണ് ഈ പാട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. സോ ഐസ്ക്രീം തോൽക്കുന്ന രുചിയല്ലേ, കരളിനൊരു കുളിരല്ലേ. അങ്ങനെയാണ് കേട്ടോ, അത് കറക്റ്റായിട്ട് വന്നില്ല. ഒന്നും കൂടി പാടട്ടെ. ഐസ്ക്രീം തോൽക്കണ രുചിയല്ലേ, കരളിനൊരു കുളിരല്ലേ, നഗരുമ്പോൾ രസമല്ലേ, പകരുമ്പോൾ സുഖമല്ലേ, മധുരമുള്ളൊരു നോവല്ലേ. വീണ്ടും പോയതേ, എന്നെ ചെയ്യാനാ. ഇതെനിക്ക് കാണാപ്പാടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ ഇത് കാണാപ്പാടല്ലൊരു എനിക്ക് ഭയങ്കര ബൈഹാർട്ടായിരുന്നു. അത് ഈ യൂട്യൂബോ ഇല്ലെങ്കിൽ ലിറിക്സ് കാണുന്ന അന്നൊക്കെ ബുക്കായിരുന്നു ഇറങ്ങി. പക്ഷെ എൻ്റെ അടുത്ത് ആ ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല. TV-യിലോ ഇല്ലെങ്കിൽ ഈ ടേപ്പ് റെക്കോർഡിൽ അതിൽ റേഡിയോ ഉണ്ടാവും. അതിൽ വരുന്നൊക്കെ ഓരോ പാട്ടാണ് നമ്മൾ ആ ടൈമിൽ എഴുതി വയ്ക്കുക. നമുക്ക് അത് കേട്ട ഒരു ഇതുണ്ടാവും. എന്തായാലും ഒന്നും കൂടി ഞാൻ പാടി നോക്കട്ടെ കേട്ടോ. വരുമോ നോക്കാം, കറക്റ്റായിട്ട് വരുമോ നോക്കെ അല്ലേ. ഓക്കെ. ഐസ്ക്രീം തോൽക്കണ രുചിയല്ലേ, കരളിനൊരു കുളിരല്ലേ, നഗര